വലിച്ചോ? ആ ലെറ്റ്സ് ഗോ. എടാ നീ വലിക്കണ്ട, അത്രേ ഉള്ളൂ. ഗൈസ് അങ്ങനെ നമ്മളെ താമരാക്ഷൻ പിള്ള കേറിയിട്ടുണ്ട് കേട്ടാ. ഹലോ ഗൈസ്, അപ്പൊ എല്ലാവർക്കും അഗൈൻ വെൽക്കം ബാക്ക് ടു സ്റ്റുവേർഡ് ഗെയിമിംഗ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താന്ന് വെച്ചാൽ പൊട്ടിപ്പൊളിഞ്ഞ് പഞ്ചറായിരിക്കുന്ന ഒരു ബസ്സിനെ നമ്മൾ റീസ്റ്റോർ ചെയ്ത് സെറ്റ് ആക്കാൻ പോവാണ് ഗൈസ്. മിലിറ്ററിക്കാർ ഉപയോഗിച്ചിരുന്ന ഒരു ബസ്സാണ് ഗൈസ്. അപ്പോൾ അത് റിട്ടയർ ആയപ്പോഴത്തേക്കും അത് ലേലം വിളിച്ച് നമ്മൾ എടുത്തതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു വണ്ടിയാണ്. ഈ വണ്ടി കടക്കുന്ന സ്ഥലം എന്ന് വെച്ചാൽ ഭയങ്കര പ്രശ്നമുള്ള സ്ഥലമാണ്. അവിടെ കാടും അതുപോലെ തന്നെ നല്ല ചെളിയും ഉള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മൾ വേറൊരു വണ്ടി വച്ച് വലിച്ച് വേണം നമുക്കിതിനെ പുറത്തെടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു എക്സ്ട്രീം സിറ്റുവേഷനിൽ കിടക്കുന്ന ഒരു വണ്ടിയാണ്. കുറച്ച് നമ്മൾ ഇതുവരെ ചെയ്ത റെസ്ക്യൂവിനെക്കാട്ടും കുറച്ച് എളുപ്പമുള്ള പരിപാടിയാണ്. അപ്പോൾ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കില്ല. നമ്മളെ ക്യൂട്ടി ഉണ്ടാവും ഈ റെസ്ക്യൂ മിഷനിൽ. അപ്പോൾ വേറെ ഒന്നും പറയാനില്ല ഗൈസ്, നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഗൈസ്. അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ നിസാൻ, ഹോൺ അടിക്കാടാ, നിസാൻ പെട്രോളിലാണ്. അപ്പോൾ നമ്മുടെ കൂട്ടി വന്നിട്ടുള്ള അളിയ വണ്ടിയുടെ പേര് പറഞ്ഞേ, എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ വണ്ടിയുടെ പേര്. ഇതൊരു വണ്ടിയാണ്, നല്ലൊരു വണ്ടിയാണ്. ഞാൻ എന്റെ വണ്ടിയുടെ സൗണ്ട് ആദ്യം കേൾപ്പിച്ചായിരുന്നു, എന്നിട്ട് അവന്റെ വണ്ടി ഓൺ ആക്കുന്നതായിരിക്കും കേട്ടോ. ആദ്യം എന്റെ വണ്ടിയുടെ സൗണ്ട് കേൾക്കും നിങ്ങള്. ഏതാ സാധനം? ഇനി നീ ഓൺ ആക്കടാ. എടാ ഇത് എക്സോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ സാധനത്തില്, ബാക്കിൽ ഞാൻ കാണാൻ പറ്റത്തില്ല. അവന്റെ വണ്ടീനെ കാട്ട് സൗണ്ട് എന്തായാലും നമ്മളതിനുണ്ട്. അപ്പം നമുക്ക് ഡീസൽ ടർബോ നമ്മളത് അതിനടേ വന്ന നമുക്ക് പോവാൻ പെട്ടെന്ന്. ബാക്കിൽ ഞാൻ എന്തോ വീഗാർഡിന്റെ സാധനമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടാ. അല്ല എന്തൊക്കെയോ പാക്കേജസ് എന്റെ വണ്ടിയുടെ ബാക്കിലുണ്ട്, എന്താണെന്ന് അറിയത്തില്ല ഗൈസ്. നമ്മൾ ഈ റെസ്ക്യൂ ചെയ്യാൻ പോണ ബസ് ഉണ്ടല്ലോ, അത് മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുവാട്ടാ. ഒരു പണ്ടെന്തോ മിലിറ്ററിയിൽ കടന്ന സാധനമാണ് അത്, നമ്മൾ ലേലം വിളിച്ചെടുത്ത സാധനമാണ് കേട്ടോ. മൊത്തം പൊളിഞ്ഞ് കിടക്കുവാട്ടോ സാധനം. അപ്പോൾ നമ്മൾ ലേലത്തിന് വിളിച്ചെടുത്ത വണ്ടിയാണ്. നമുക്ക് നോക്കാം ഗൈസ് ഏത് കണ്ടീഷനിലാണെന്ന് നമുക്ക് അറിയത്തില്ല. എടാ നീ ഉണ്ടോ പറയുന്നത്? എവിടെന്ന്? വാടാ കണ്ടോളൂ. നമ്മളെ വണ്ടിയുടെ സൗണ്ട് നോക്കിയേ. ഞാൻ ഫുൾ ആക്സിലേഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടാ, പക്ഷെ വലിക്കണില്ലടേ. ഇന്റീരിയർ വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇന്റീരിയർ വ്യൂ നമ്മുടെ ലാൻഡ് ക്രൂയിസറിന്റെ. അല്ലേ കത്തിച്ചു വാ, നിനക്ക് എന്നെ ഓവർടേക്ക് ചെയ്യാൻ പറ്റുമോ നോക്ക്. പക്ഷെ ഈ അറബികളൊക്കെ ഓടിക്കുമ്പോണ്ടല്ലോ സാധനം പറന്നു പോകും കേട്ടാ ഈ ലാൻഡ് ക്രൂയിസറൊക്കെ. നീ കണ്ടുണ്ടോ അറബികളൊക്കെ? ആ ഇന്ന നിസാൻ പെട്രോൾ ആണ്. ഓക്കെ എടാ എന്റെ ലാൻഡ് ക്രൂയിസർ. എടാ വണ്ടി വലിക്കുന്നില്ല കേട്ടാ. എന്റെ വണ്ടി വലിക്കണില്ല. എന്താ ഇഷ്യൂ എന്ന് അറിയത്തില്ല. ഇവിടെ നിന്നാണ് നമുക്ക് തിരിയേണ്ടത്. നമ്മൾ സ്ഥിരം വരുന്ന ഏത് മറ്റേ വണ്ടി എന്റേതാണെങ്കിൽ RPM കയറുമ്പോ റെഡ് കത്തും കേട്ടോ. ഞാൻ പിന്നീട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ ഒരു മുതുക്ക് തേരി ഗൈസ്. ഇതിവിടെ കുടുങ്ങോന്ന് അറിയത്തില്ല, നോക്കാം. അല്ലെങ്കിൽ എന്നാ ഫ്രണ്ടിൽ നോവോ, അവൻ കേറണോ? അവൻ പിറകെ ഉണ്ട് കേട്ടാ. ടയറിന്റെ സൈസ് നോക്കണം അതിന്റെ. ചുമ്മാതല്ല അത് കേറി പോകുന്നേ. ഇടിക്കല്ലേ കണ്ടത് കേറി പോകുന്ന ഇടിച്ചില്ലെന്ന് പറഞ്ഞേ. ആ പോട്ടെ. ഓ ഞാൻ ഹൈ ഗിയർ ഇട്ട് കൊടുക്കാട്ടോ, പറക്കും കണ്ടാ എന്റെ അമ്മു. ഹൈ ഗിയർ ഇട്ടപ്പോ പറക്കണ ഈ സാധനം. ഓ നമുക്ക് ഇപ്പൊ ഡിഫറൻഷ്യലിന്റെ ഒന്നും ആവശ്യമില്ല അളിയ. വീഴല്ലേ, നിന്റെ സ്ഥിരം പരിപാടിയാണ് എന്തെങ്കിലും ചെയ്യണം. എന്റെ ഇടയ്ക്ക് കൊണ്ട് വണ്ടി മറിച്ചിടണേ, വണ്ടി പൊളിക്കണം. ഇത് ഇവന്റെ സ്ഥിരം ഹോബി ആട്ടാ കൈ. എന്തെങ്കിലും കാര്യം സീരിയസ് ആയിട്ട് ചെയ്തോണ്ടിരിക്കുമ്പോഴത്തേക്കും വണ്ടി കൊണ്ട് മറിച്ചങ്ങിടും. പിന്നെ അത് റിക്കവർ ചെയ്യാൻ വേണം 2 ദിവസം. എന്തൊക്കെയോ പക്ഷികളൊക്കെ പറന്നു പോകുന്നുണ്ട് കേട്ടാ. എന്തോ അത് പ്രാവാണെന്ന് തോന്നുന്നു. വണ്ടി എടാ പതിയെ പോടാ. സ്പീഡിൽ പോയി കഴിഞ്ഞാ വണ്ടി കംപ്ലൈന്റ് ആവും. ഉള്ള കാര്യം പറയട്ടെ, ആക്സിലൊക്കെ കംപ്ലൈന്റ് ആവും. നിനക്ക് ഇച്ചിരി കൂടുതലാണ്. നീ വേരിന്റെ പുറത്ത് വല്ലതും കയറ്റി കാണും. പയ്യെ പോ. നമുക്ക് ബിരിയാണി ഒന്നും കഴിക്കണ്ടല്ല, നമുക്ക് പയ്യെ പോയാ മതി. ബിരിയാണി അല്ലടാ, നിനക്ക് സദ്യ ഉണ്ട് അവിടെ. സദ്യ
അളിയാ ദാദാ ഇപ്പൊ മറിച്ചിടുവായിരുന്നു, ഇപ്പൊ മറിക്കുവായിരുന്നു ഈ വണ്ടി. പിന്നെ അങ്ങനെയൊന്നും മറയില്ല, ഇത് നല്ലൊരു ഡ്രൈവറിന്റെ വണ്ടി ഇപ്പൊ തന്നെ തന്നെ. പോട്ട് 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 ഗൈസ്, മുതുക്ക് തേരിയാട്ടാ. ഡിഫറൻഷ്യൽ ഇടാതെ കയറുമോ നോക്കാം. ഇവിടെ വലിക്കില്ല വലിക്കില്ല, എഞ്ചിൻ ഓഫ് ആയി പോയി. അത്രേ ഉള്ളൂ. ഞാനും കേറി. ചെറുതായിട്ട് ഇരുട്ടി നമ്മളെ വണ്ടി ഒരു കാട്ടിനകത്തുണ്ട്. എനിക്കറിയാം കറക്റ്റ് സ്ഥലം എനിക്കറിയാം. ഓ പതിയെ പോട്ടാ, നല്ല ഇറക്കോ ഇത്. മിക്ക വണ്ടിയുടെ ഫ്രണ്ട് ഇടിക്കുന്ന സ്ഥലമാ. നമ്മളെ വണ്ടിക്ക് ഹൈറ്റ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. സീൻ ഗൈസ് ലൊക്കേഷൻ അവൻ അറിയത്തില്ല, ഞാൻ വേണം പറഞ്ഞു കൊടുക്കാൻ. ഓക്കെ ഇവിടെന്ന് ലെഫ്റ്റ്, ഇവിടെന്ന് ലെഫ്റ്റ്. അല്ലല്ല ഇടത്തോട്ട് ഇങ്ങോട്ട് എന്താ നീ ഫുഡ് കഴിക്കാത്ത കയ്യോ? അതാണ് ഇടത്. നീ എടാ ഇവിടെ എവിടെയാണ് സാധനം കണ്ടുപിടിക്കണം നമുക്ക്. ഇവിടെ എവിടെ, ഇതാണ് ലൊക്കേഷൻ പറഞ്ഞിട്ടുള്ളത്. ബ്രോ ഇങ്ങനെ ബ്രേക്ക് പിടിച്ച നമ്മള് ഞാൻ കണ്ടില്ല. ഇവിടെ എവിടെയോ ഉണ്ട് കേട്ടോ. ഇവിടെ എടാടാ ദാണ്ട കിടക്കുന്നത്, ദാണ്ട കിടക്കുന്നത്. യെസ് അത് തന്നെ. പക്ഷെ അത് ബസ്സാന്ന് പറയില്ലടാ, അത് റണ്ണിങ് കണ്ടീഷനിലാണോ? ഇതിന്റെ അകത്തൊക്കെ ആറാ വണ്ടി വിട്ടിട്ടെ. ഇത് ബസ്സാണോ? താമരാക്ഷൻ പിള്ള ബസ്സിനെക്കാട്ടും ഗതികേടായിട്ടാണല്ലോ ഇത് കിടക്കണേ. ഞാൻ ഇതിനെ ചുറ്റും നോക്കട്ടെ, ഇത് എങ്ങനെയാണ് ഇതിനകത്ത് പെട്ടേ നോക്കാം നമുക്ക്. ടയറ് പതഞ്ഞിട്ടുണ്ട് കേട്ടാ, ടയർ പതഞ്ഞ് കിടക്കോട്ടെ കൈ. എന്റെ അളിയാ നോക്കട്ടെ ഗൈസ്, മൊത്തം പോയി കിടക്കോട്ടെ വണ്ടിരെ. ഓ ഇടിക്കല്ലേ, ഞാനുണ്ട് ഇവിടെ. ഞാൻ എടുത്തോക്കട്ടെ അത്. നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാട്ടോ. വർഷങ്ങൾക്ക് ശേഷം സ്റ്റാർട്ടായി. നോക്കട്ടെ. നമുക്ക് റിവേഴ്സ് ഗിയർ ഇടാട്ടോ. ഹാൻഡ് ബ്രേക്കിലാണെന്ന് തോന്നുന്നു കിടക്കണേ. എടാ വണ്ടി അനങ്ങുന്നില്ല, ഞാൻ ഈ ഹാൻഡ് ബ്രേക്ക്. ഓ ഗൈസ്, ടയറ് പതഞ്ഞിരിക്കുക കേട്ടോ, ചെളിയിൽ പതഞ്ഞിരിക്കുക വണ്ടി. ഞാൻ വലിച്ചു നോക്കട്ടെ. വെയിറ്റ് ഞാൻ നോക്കട്ടെ, അല്ലാണ്ട് വരുമോ നോക്കട്ടെ. ഡിഫറൻസിലൊക്കെ പോയെന്ന് തോന്നാം കേട്ടോ വണ്ടിയുടെ. എടാ വലിക്കില്ലേ, ഞാൻ പറയുമ്പോ വലിക്കേ. ഞാൻ അകം പറ്റും കാണിച്ചു തരാം കേട്ടോ. അകത്ത് മൊത്തം ചെളി കയറി കിടക്കും കേട്ടോ, കൊറേ കാലം വണ്ടി എടുത്തിട്ട്. ഗൈസ് എന്തായാലും പോയിട്ട് കേട്ടോ, നമുക്ക് അതുവരെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഇത് എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. സംഭവം വരുന്നില്ല കേട്ടോ, മൊത്തം പതഞ്ഞിരിക്കുവാണ് എന്റെ പൊന്നോ. ഗൈസ് വണ്ടി മൊത്തം പതഞ്ഞിരിക്കുക കേട്ടോ. എടാ ടൈ ചെയ്താ കെട്ടിയ ബാക്കില് റെഡിയായോ? വലിച്ചു ഞാൻ പറയുമ്പോ വലിക്കട്ടാ. വലിച്ചോ. വയസ്സ് വരുമോ നോക്കട്ടെ. പതിയെ വലിക്കട്ടെ, ഒറ്റയടിക്ക് വലിക്കല്ലേ. ഓക്കെ വരട്ടെ. ഓടാ പൊട്ടിയാട്ടാ. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ആക്സിലേറ്റർ കൊടുക്കില്ല, അതുകൊണ്ടാണ് പൊട്ടണേന്ന് തോന്നുന്നു. നീ അല്ലാണ്ട് വലിച്ചെടുക്കാൻ പറ്റുമോ നോക്കിയേ. ഞാൻ ഡിഫറൻഷ്യലൊക്കെ ഇട്ടോക്കട്ടെ. നീ ഒന്ന് വലിച്ചു നോക്കിയേ. വരുന്നുണ്ട്. എടാ ഒന്ന് ആഞ്ഞു വലിച്ചേ. വരും കേട്ടാ. ഇല്ലടത് ചിലപ്പോ കേറി വരും. എടാ ചെറുതായിട്ട് വരുന്നുണ്ടാ. വെയിറ്റ്. ജസ്റ്റ് ഒന്ന് പുള്ളേരെ. എടാ ഒന്ന് അനങ്ങിയിട്ട് വീണ്ടാ ഇപ്പൊ. നീ വലിച്ചായിരുന്നാ? ഒന്നുകൂടെ വലിച്ചു വരും. ഓക്കെ ഒന്നുകൂടെ വലിച്ചോ. റെഡി 1 2 3 വലിച്ചോ.
ആ ലെറ്റ്സ് ഗോ. വണ്ടി കൂടാ വീണ്ടും കുഴിഞ്ഞ്. അളിയാ ഇത് പണിയാവും കേട്ടാ, നമുക്ക് എങ്ങനെയും ഞാൻ റിവേഴ്സ് ഇറക്കി തന്നെ കൊണ്ടുവരാട്ടാ. ഇവിടെ ഹെൽപ്പ് ഉണ്ടെ പറഞ്ഞ ഞാൻ കയറ്റി തരാം. ഇല്ല നീ മാറിക്ക, ഞാൻ മാക്സിമം കയറ്റാൻ നോക്കാം. നല്ല ചെളിയാട്ടാ കൈസ് ഇവിടെ. വണ്ടിയുടെ അവസ്ഥ നോക്കി നിങ്ങള്. നമുക്ക് എടാ പെട്ടളിയാ പെട്ട്. എടാ ഒന്ന് വലിച്ചേ. ഇവിടെ ഞാൻ നന്നായിട്ട് പെട്ടു കേട്ടാ, ഇവിടെ ഞാൻ നന്നായിട്ട് പെട്ട്. ഓ വലിക്കളിയാ. എടാ നീ വലിക്കണ്ട, അത്രേ ഉള്ളൂ. വിട്ട. ഓ ലെറ്റ്സ് ഗോ ഗൈസ്. അങ്ങനെ നമ്മളെ താമരാക്ഷൻ പിള്ള കേറിയിട്ടുണ്ട് കേട്ടാ. പുല്ല എടാ സൈഡില് എല്ലാ സാധനവും പിടിച്ചിട്ടുണ്ട് കേട്ടാ. മൊത്തം ചെളിയും വണ്ടി തന്നെ ഉണ്ട് കേട്ടാ അവിടെ ഉള്ള. ഗൈസ് നമ്മൾ ഇതിനെ ഒരു സ്കൂൾ ബസ് ആയിട്ട് എടുക്കാനാണ് നമ്മളെ പ്ലാൻ. അപ്പൊ നമ്മള് പിള്ളേരെ കൊണ്ടുവന്ന ട്രിപ്പ് വീഡിയോ ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഭാവിയില്. അതൊക്കെയാണ് നമ്മുടെ തീരുമാനം. നടക്കുമെന്ന് അറിയത്തില്ല, നോക്കാട്ടോ. എടാ വണ്ടി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഗാരേജിൽ തന്നെ കൊണ്ടുപോയാലാ. നമുക്ക് അവിടെ നമ്മുടെ ഗാരേജിൽ തന്നെ കൊണ്ട് റീസ്റ്റോർ ചെയ്ത് ചെയ്യണല്ലേ നല്ലത്. അങ്ങോട്ട് കൊണ്ടുപോകാം. എടാ ഇത് ഞാൻ അല്ല, നീ ഫ്രണ്ടിൽ നോക്ക. കാരണം ഇത് ചിലപ്പോഴേ വലിച്ചു കയറ്റേണ്ടി വരും, പറയാൻ പറ്റത്തില്ല. എടാ നീ എന്താടാ കാണിക്കണേ? മറ്റേ വണ്ടീനെ വലിച്ചോണ്ട് പോട്ടാ. ഈ വണ്ടി ആ വണ്ടി ഇവിടെ ഉപേക്ഷിച്ചിരുന്നല്ലോ. ഓ ഗൈസ് വണ്ടിയുടെ സസ്പെൻഷൻ ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ നല്ലപോലെ. ഞാൻ ഇന്റീരിയർ കാണിച്ചു തരാൻ പറ്റുമോ നോക്കട്ടെ. ഗ്ലാസ്സിൽ മൊത്തം മങ്ങലാട്ടോ. ചെറിയ സ്റ്റിയറിങ്, പഴയ മോഡൽ ബസ്സാട്ടോ ഗൈസ്. ഓ സസ്പെൻഷൻ നോക്കിയ ബസ്സിന്റെ. ലെറ്റ്സ് ഗോ. കുറച്ച് ആക്സിലേറ്റർ ചവിട്ടി നോക്കട്ടെ. ഒരു നല്ല തേരിയാ ഗൈസ് ഫ്രണ്ടിൽ പറഞ്ഞേ. കേറുമെന്ന് അറിയത്തില്ല, നോക്കാം. എടാ നീ ഇപ്പൊ ഇരട്ടിപ്പണി ഉണ്ടാക്കി തരുമോ എനിക്ക്? നല്ല തേരിയാട്ടോ. ഓ ഇതിന്റെ സസ്പെൻഷൻ ഒരേ പൊളി. ലെറ്റ്സ് ഗോ. അടിപൊളിയായിട്ട് നമ്മളെ ബസ് കേറി വരുന്നുണ്ട് കൈ. ബമ്പറെല്ലാം ഇളകി കേട്ടാ, ഇളകി തൂങ്ങി കിടക്കുവാന്ന് കൈ ബമ്പർ. എല്ലാം ശരിയാക്കാൻ നല്ല പൈസ പൊട്ടും കൈസ് ഇത് നന്നാക്കാനായിട്ട്. പക്ഷെ നമ്മള് പിള്ളേരെ ട്രിപ്പ് കൊണ്ടുപോയി പിടിക്കും ഈ പൈസയൊക്കെ. അതൊക്കെ അത്രേ ഉള്ളൂ. ഈ റോഡിൽ കൂടെയൊക്കെയാണ് ഓടിക്കാൻ പോണേ, അതാണ് വേറൊരു പ്രശ്നം. എടാ പുക പോകുന്ന നോക്കിയ കൈസ്. ഇതിന് ആരാടാ പൊല്യൂഷൻ കൊടുത്തേ ആ സമയത്തൊക്കെ? പണ്ടൊക്കെ പൊല്യൂഷൻ വേണ്ട കേട്ടാ കൈസ്. അതാണ് അങ്ങനെയാണ് ഈ സാധനത്തിന് പൊല്യൂഷനൊക്കെ കിട്ടിയെന്ന് തോന്നുന്നു. ഇതൊക്കെ ഇറങ്ങുവാ വണ്ടി. അതൊക്കെ ഇറങ്ങൂടാ, അതൊക്കെ ഇറങ്ങി ഈസി ആയിട്ട് ഇറങ്ങും. നല്ല ഇറക്കം പതിയെ ഇറക്കത്തുള്ളൂ. പിന്നല്ല ഒരു സീനും ഇല്ലാണ്ട് ഇറക്കി നമ്മള്. പൊക്കോ 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 പൊക്കോ. എന്റെ പൊന്നു. അമ്മേ എടാ ടയർ. എടാ ഫ്രണ്ട് ആക്സില് പോയെന്ന് തോന്നാട്ടാ എനിക്ക്. ടയർ അങ്ങോട്ടും ഇങ്ങോട്ടും. ആ ടയർ വെട്ടിയാ പോകുന്നത്. ഫ്രണ്ട് ഇടിച്ചല്ലേ അങ്ങനെ പോയായിരിക്കും. നല്ല ഇടിയല്ലേ ഇടിച്ചേ. ഈ വേര് പ്രശ്നക്കാരനാണ് കേട്ടാ. മെയിൻ റോഡിൽ ഓടിച്ചാലേ നമുക്ക് ഇതിന്റെ കറക്റ്റ് സ്പീഡും കാര്യങ്ങളും അറിയാൻ പറ്റും കേട്ടോ. നമുക്ക് മെയിൻ റോഡ് എത്തിയിട്ടൊന്ന് കാല് കൊടുത്ത് നോക്കാം ഇത് എത്ര കേറുമെന്ന് എനിക്ക് നോക്കണം. ശരിയാക്കിട്ട് കൊടുക്കണല്ലോ അല്ലേ? ട്രാൻസ്മിഷൻ ഒക്കെ കത്തി പോകുമ്പോ അറിയത്തില്ല. ബാക്കിലത്തെ ലാഡർ എല്ലാം ഫിക്സ് ചെയ്യണം കേട്ടോ. നമുക്ക് ഭയങ്കര ആട്ടം ലാഡറൊക്കെ. ആ പോട്ടെ പോട്ടെ പോട്ടെ. പിന്നാൽ ഓടാ ഇവിടെ നല്ല ഇറക്കമാണല്ലേ.
പതിയിറക്കാട്ടോ. വണ്ടി എങ്ങാനും ബ്രേക്കൊക്കെ നല്ല കുറവാ ഗൈസ്. ചവിട്ടിയിട്ടേ നിക്കണില്ല സാധനം. മെയിൻ റോഡ് എത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഏതാനും നിമിഷത്തിനകം നമ്മുടെ ഗാരേജിലോട്ട് എത്തുന്നതായിരിക്കും. അയ്യോ, നമ്മളങ്ങനെ റോഡ് എത്താറ കേട്ടാ. നല്ല ഇറക്കം കേട്ടാ. ഇറങ്ങി വാ മച്ചാനെ, അത്രേ ഉള്ളൂ ഗൈസ്. ഇതാണ് നമ്മളെ വണ്ടിയുടെ ശരിക്കുള്ള കണ്ടീഷൻ. നേരത്തെ കാട്ടിനകത്തായതുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് കറക്റ്റ് കാണിച്ചു തരാൻ പറ്റിയില്ല. ഞാനൊന്ന് സ്പീഡ് കൊടുത്ത് നോക്കട്ടെ. നീ അതിനെ കൊണ്ട് ഇടിക്കോടാ നീ. ഞാന് മിക്കവാറും ഇവൻ വേളെ കിടക്കും കേട്ടാ, അത് ഉറപ്പാ. ഞാൻ അത്യാവശ്യം സ്പീഡ് എടുത്ത് പോവാൻ പോവാ. പോട്ടെ 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 പോട്ടെ. അവിടെ കിടക്കട്ടെ, ഞാൻ ഒന്ന് എടുത്തു തരാം. സ്റ്റാർട്ട് ആവണില്ലേ? ഓ, ഇന്റീരിയർ വ്യൂ ഇട്ട് കുറച്ചു നേരം ഓടിക്കാട്ടാ. ഇന്റീരിയർ വ്യൂ നൈസാണ് കഴിച്ചു. ഇതിന്റെ ഒരു രക്ഷയില്ല കേട്ടാ. എന്താ സൈഡ് വ്യൂ ഒക്കെ കണ്ടാ? എടാ നീ ഓവർടേക്ക് ചെയ്ത് കയറണേ, കയറിപ്പോ. നമ്മളെന്തായാലും സ്ഥലം എത്താറായിട്ടുണ്ടേ. ഇതാണ് ഗൈസ്. ഗ്ലാസ് ഒക്കെ ഭയങ്കരമായിട്ട് എനിക്ക് തോന്നുന്നു ഗ്ലാസ് ക്ലീൻ ചെയ്യാൻ പറ്റുമെന്ന് തോന്നണില്ല കേട്ടോ. നമുക്ക് ബാക്കിയുള്ള പാർട്ടൊക്കെ സെറ്റ് ആക്കി എടുക്കാം. നമുക്ക് പെയിന്റ് ഒക്കെ അടിച്ച് ഈ പൊട്ടലും ചീറ്റിലൊക്കെ മാറ്റിയെടുക്കണം. വണ്ടിന്റെ മൊത്തം പണിയായിട്ടിരിക്കുക വേണ്ട, മൊത്തം തുരുമ്പടിച്ച് അങ്ങനെ ഒരു അവസ്ഥയിലിരിക്കുക നമ്മളെ വണ്ടി. ഇപ്പൊ ഹൈ ഗിയറിലാണ് പോണേ. ഹൈ ഗിയർ ആകുമ്പോഴത്തേക്ക് മാക്സിമം സ്പീഡ് കിട്ടും വണ്ടിക്ക്. എന്ത് പുകയല്ലേ സാധനത്തിന്. ഇവിടെ നിന്ന് ലെഫ്റ്റ് ആണ്. സത്യം സത്യം. ഒടിഞ്ഞു വരുവോ? ഓക്കെ, പിന്നല്ല, ഒടിഞ്ഞ് ബാക്കിൽ നിന്നൊരു ജാഥ തന്നെ ഉണ്ട് കേട്ടാ. 3 വണ്ടിയാ, 3 വണ്ടി. 1 2 അല്ല, 3 വണ്ടി. റിക്കവർ ചെയ്യാൻ പോയ 2 വണ്ടി നമ്മളെ ബസ്സും. ഇവിടെ എവിടെ അല്ലായിരുന്നു അവിടെ ഗാരേജ്? നമുക്കിനി ഗാരേജിന്റെ ലൊക്കേഷൻ മാറ്റണം കേട്ടാ. ഇവിടെ ശരിയാവത്തില്ല, ഇച്ചിരി ദൂരം കൂടുതല. നമ്മള് ഏതെങ്കിലും വണ്ടി റിക്കവർ ചെയ്തിട്ട് വരുമ്പോഴത്തേക്കും നല്ല ടൈം ആവുന്നു. സത്യം. ലെറ്റ്സ് ഗോ ഗൈസ്. പോട്ടെ 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 പോട്ടെ. ബാക്കി കൊണ്ടുപോടാ, ബാക്കി കൊണ്ടുപോവാ. ഇവിടെ സൈഡ് ഇട്ടേക്കല്ലേ വണ്ടി. നമുക്ക് ഇതിനെന്തായാലും സ്കൂൾ ബസ് ആക്കിയിട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് ഗൈസ്. അപ്പൊ ഇത് ഫുൾ റീസ്റ്റോർ ചെയ്ത് സെറ്റ് ആക്കുന്ന ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഇനി അടുത്ത ദിവസങ്ങളിൽ വരുന്നുണ്ട്. അപ്പോൾ വെയിറ്റ് ചെയ്യാൻ ചെയ്യുക ഗൈസ്. അപ്പോൾ ഇതിന്റെ നമ്പർ പ്ലേറ്റ് എല്ലാം പോയി കേട്ടാ. ഏതാണ്ട് മൊത്തം പണി എടുക്കേണ്ടി വരും കേട്ടോ. ബോഡി വർക്ക് നമ്മൾ ഫുള്ളും ചെയ്യേണ്ടി വരും. ലാഡർ ഉൾപ്പെടെ എല്ലാം ചളുങ്ങി പോയിട്ടുണ്ട്. അതുപോലെ ബോഡി ഫുള്ള് സ്ക്രാപ്പ് കൊടുത്തിട്ട് അത് ഇച്ചിരി ആത്മാർത്ഥത കൂടിയ പയനാട്ട ഗൈസ്. അതുകൊണ്ടാണ് ഈ പാർക്ക് ചെയ്ത് കളിക്കണേ. സത്യം ഗൈസ്. ഇനി കഴുകാൻ പോണം. ഇനി മറ്റേ കടലിറക്കിയൊക്കെ കേട്ടാ കുളിപ്പിക്കണം ഉപ്പ് വെള്ളത്തില്. അത്രയ്ക്കും നന്നായിട്ട് കൊണ്ടു നടക്കണ പയ്യനാണ് നമ്മളെ കൂട്ടി ഗൈസ്. അപ്പോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതുതായിട്ട് വന്നവര് നമ്മുടെ ബെല്ലൈക്കൺ ബെല്ലൈക്കൺ എനേബിൾ ആക്കുക ഗൈസ്. അപ്പോ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും ഒരു ദിവസം വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ ഗൈസ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.